ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനി ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ചതച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പട്ടയുടെ കഷ്ണം കൂടെ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഒന്ന് ചേർത്ത് നോക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു സമയത്താണ് ഈ മാവിലേക്കുള്ള മൊത്തത്തിലുള്ള പഞ്ചസാര നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കൂട്ടിലേക്ക് നമുക്കിതാ 1/2 കപ്പോളം മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കളറിന് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ഇളക്കിയത് മാവാക്കി കലക്കിയെടുക്കുക. സമയത്ത് നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അധികമായിട്ട് ലൂസാവാൻ പാടില്ല. ഇത് അവസാനമായിട്ട് മാവ് റെഡിയായി വരുമ്പോൾ ഈ ഒരു ലൂസിലാണ് ഇത് വേണ്ടത്. ഈ ഒരു തിക്കിലാണ് ഇത് ഉണ്ടാവേണ്ടത്. അധികമായിട്ട് ലൂസാവാൻ പാടില്ല. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ബ്രെഡ് അതുപോലെ നടു കട്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാം. മാവ് കുറച്ച് കട്ടിക്കുണ്ടായാലാണ് ഇതുപോലെ ബ്രെഡുമ്മലൊക്കെ നല്ലോണം പിടിച്ച് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ അധികമായിട്ട് മാവ് ലൂസാവാൻ പാടില്ല. ഇനി നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് തീ കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുണ്ടാവുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ പൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ 2 ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് ഇത് കോരി മാറ്റി വെക്കാം. അപ്പോൾ കോരി മാറ്റി വെക്കുമ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാൽ ഓയിൽ അധികമായിട്ട് എണ്ണ കുടിക്കുന്നതിൽ നിന്ന് നമുക്കൊന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡും പഴമൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു ബ്രെഡ് പൊരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാതും ഞാൻ ഇവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും പഴവും ഒക്കെ ചേർന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പൊരിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പൊരിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്